ഐഷു ആണെങ്കിൽ തമിഴിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, ഷറഫ് ആണെങ്കിൽ അടുത്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവസരം കിട്ടി. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങളിത് ഹലോ മമ്മിയുടെ പ്രൊമോഷന് വന്നിരിക്കുന്നത് ഈ മനുഷ്യനോട് ഞാൻ രാവിലെ മുതൽ പറയാം. കാരണം തുമ്മിയ അടുത്ത വാക്ക് പെറ്റ് ഡിറ്റക്റ്റീവ്. ഇതില് അവസരം കിട്ടിയില്ല, താങ്കൾ ഗ്യാപ്പ് കൊടുത്തിട്ടില്ല. അല്ലല്ല, ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ. ആദ്യം ഐഷുവിനോട് ചോദിക്കട്ടെ. അല്ലല്ല, താങ്കളുടെ പ്രൊഡക്ഷനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഒരു ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണ് സിനിമയിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഐശ്വര്യലക്ഷ്മി ഒരു ഞാൻ എന്നെ സത്യം പറഞ്ഞ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള പേരില് ഞാൻ പ്രൊഡ്യൂസർ ആയിട്ടില്ല. ഞാൻ കുമാരിയിലും ഗാർഗിയിലും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, പക്ഷെ പ്രൊഡ്യൂസറിന്റെ ജോലികൾ ഒരുപാടുണ്ട്. ഞാൻ ആ ജോലി ഒന്നും എടുത്തിട്ടില്ല. പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അപ്പൊ എന്നാ ശരി തിരിച്ച് ബാംഗ്ലൂർ വരുമ്പോ കാണാം എന്നുള്ള രീതിയിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു ഇമോഷണൽ ഡിസിഷൻസിന്റെ പുറത്താണ് ഇതിൽ രണ്ടിലും ഞാൻ കാശ് ഇൻവെസ്റ്റ് ചെയ്തത്. അതല്ലാണ്ട് ഇതിലെ ഒരു ലൂക്രേറ്റീവ് സംഭവം കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാൻ ആയിട്ടോ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണെന്നുള്ള സ്ട്രാറ്റജൈസ് ചെയ്തതല്ല. അത് ഞാൻ ഈ അടുത്തൊന്നും ഇനി ചെയ്യത്തുമില്ല. കാരണം ഇതിൽ രണ്ടിൽ കാശിട്ട് എൻ്റെ പേരിൽ ഞാൻ നല്ലോണം ടെൻഷൻ അനുഭവിച്ചു. ഇറ്റ് ഈസ് നോട്ട് ഈസി. അപ്പോൾ ആ സമയത്ത് കുറച്ച് ടെൻഷൻ അനുഭവിച്ചിരുന്നു. അത് കാരണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ആക്ടിങ്ങിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി വരുന്നിടത്ത് ഇനി ആക്ച്വൽ പ്രൊഡ്യൂസർ അപ്പൊ എനിക്കൊന്ന് സാൻജോയ്ക്കും ഐശ്വര്യക്കും ജോമോനും ഒക്കെ ഇനിയും ഇടയ്ക്കിടയ്ക്ക് പിടിക്കേണ്ട ആളാണ്. കാരണം സ്വന്തം പേരിൽ പ്രൊഡക്ഷൻ. ഷറഫുദ്ദീൻ പറയും. ഒന്നുമില്ല, അത് എനിക്ക് പേരൊന്നും പെട്ടെന്ന് ഇടാനൊന്നും പറ്റിയില്ല. ആക്ച്വലി ഒരു പേര് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അതങ്ങനെയല്ല, അതിൻ്റെ ഒരു റിയാലിറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ചവിട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡും എല്ലാം കിട്ടിയിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ ഒരു ബഡ്ജറ്റൊക്കെ ചെറിയ ബഡ്ജറ്റായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കൾക്ക് വേണ്ടി പറഞ്ഞ പോലെ ആ സിനിമ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത സിനിമയാണ്. അപ്പോൾ അത് ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് പറഞ്ഞത് എന്താ ഇപ്പോൾ കമ്പനിയുടെ പേര് എഴുതുക എന്ന് ചോദിച്ചപ്പോഴാണ് എടാ എന്നാൽ പിന്നെ എന്തെങ്കിലും എഴുതൊരു കമ്പനിക്കുള്ള പേരൊന്നും എൻ്റെ ഇതായിട്ടില്ല. അങ്ങനെ വെച്ചതാണ്. അത് പിന്നെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്നുള്ള പ്ലാൻ എത്തിയപ്പോഴും എനിക്കൊരു പേര് ക്ലിയർ ആയില്ല. അപ്പം ഏറ്റവും ഇതായിട്ട് അത് അങ്ങനെ തന്നെ വെച്ച് ചെയ്തതാണ്. പ്രേമത്തിൽ കിട്ടായ പോയ നായികയെ നിങ്ങൾ ഇതിൽ മനഃപൂർവ്വം അനുഭവം മറ്റു നോക്കിയ നായികയെ കിട്ടിയില്ല. അപ്പൊ ഇതാണ് നിങ്ങളുടെ പുതിയൊരു രീതി ആണോ ഷറഫ്? നമ്മളെല്ലാം സ്ഥാപിക്കും. അങ്ങനെയാണോ ഷറഫ്? എനിക്ക് തോന്നുന്നു ഐഷു ചിലപ്പോ സാൻജോട് പറഞ്ഞാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ എനിക്ക് ഐശ്വര്യ തന്നെ നായികയാണ്. അതെ, ഇതാണ് ഞങ്ങളും. അനുപമയുടെ അടുത്ത് നമ്മൾ വളരെ നേരത്തെ പറഞ്ഞ കഥയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സിനിമയായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ അനുപമ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതൊരു ചെറിയ സിനിമയായിട്ട് എന്താണ് വില്ലൻ ലൈക് പെർഫെക്റ്റ് പ്ലാൻ എന്നൊക്കെ പറയില്ലേ, ആ സാധനം ഇതാണ് വില്ലൻ, ഇതായിരിക്കണം വില്ലൻ. അപ്പൊ അങ്ങനെ അനുഭവം അതിൽ ഇതായി. ഞാൻ ആ ട്രോള് കണ്ട് ഞാൻ ആ ശരി എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതും കൂടി വെച്ച് കണക്ട് ചെയ്ത് വായിക്കും. സബ് കോൺഷ്യസ് മാനിഫെസ്റ്റേഷൻ.